നേരെ മിരുട്ടുന്നതിന് മുമ്പേ കാട് കടക്കണം എന്ന ചിന്തയിലാണ് ശേഖരനും ഭാർഗവനും കൊട്ടിയൂർ കാട്ടിലേക്ക് കടന്നത്. ഊട്ടുവിളക്കുകളും പാത്രങ്ങളും വിറ്റുകിട്ടിയ പണവുമായാണ് ഇരുവരുടെയും മടക്കം. പക്ഷേ കാട് വഴി വീട്ടിലെത്താൻ എളുപ്പമാണ്. ഇരുട്ട് വീണാൽ കാട്ടുപാതയിലൂടെയുള്ള ആ നടപ്പ് അങ്ങേയറ്റം ദുഷ്കരമാണ്. ഒന്ന് വേഗം നടക്കട ഭാർഗവ, ഇരുട്ടിയാൽ പിന്നെ ഈ വഴി വീടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാ. ശേഖരൻ തന്റെ പിന്നാലെ വന്ന ഭാർഗവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ മുതലുള്ള നടപ്പാണ്. ഭാർഗവൻ നടന്ന് നടന്ന് ആകെ ക്ഷീണിച്ചു. തോളിലെ മേൽമുണ്ടിന്റെ തുമ്പുകൊണ്ട് അയാൾ തന്റെ വിയർത്തൊലിച്ച മുഖം തുടച്ചു. ഈ വഴി വരേണ്ടിയിരുന്നില്ല, നടന്നിട്ടും എത്താത്തതുപോലെ. അതൊക്കെ നിന്റെ തോന്നലാ ഭാർഗവ. ഒന്ന് വേഗം നടന്നാൽ ഇരുട്ട് മുമ്പ് നമുക്ക് ഈ കാട് കടക്കാം. കാലുകൾ വലിച്ചു വെച്ച് ശീഘ്രം മുന്നോട്ട് നടക്കുന്ന ശേഖരനോടൊപ്പം നടന്നു ചെല്ലാൻ ഭാർഗവൻ വല്ലാതെ പാടുപെട്ടു. തീരെ ഇടുങ്ങിയ വഴിയാണ്. നീലൻ പെരുമ്പാമ്പ് പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കാനനപാത അറ്റമില്ലാതെ കാണപ്പെട്ടു. നടന്നു തളർന്ന ഭാർഗവൻ നിന്ന് കിതച്ചു. ഇനി അല്പം വിശ്രമമായാലോ ശേഖര? ഊണ് കഴിഞ്ഞപ്പോൾ മുതൽ നടക്കാൻ തുടങ്ങിയതല്ലേ? എനിക്കിനി വയ്യ. ശേഖരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാർഗവൻ ഊഞ്ഞാല് പോലെയുള്ള ഒരു കാട്ടുവള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു. മരങ്ങളുടെ ചോല കൊണ്ട് ആകാശം അത്ര വ്യക്തമായി കാണുന്നില്ല. ശേഖരൻ കണ്ണുകൾക്ക് മുകളിൽ കൈപിടിച്ചുകൊണ്ട് ചാഞ്ഞും ചരിഞ്ഞും നോക്കിക്കൊണ്ട് പറഞ്ഞു, മണി 5 കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശ്രമിക്കാനിരുന്നാൽ ഇരുട്ടത്ത് ഈ കാട്ടിൽ കിടക്കേണ്ടി വരും. ശേഖരന്റെ ശകാരം കേട്ടില്ലെന്ന് നടിച്ച് ഭാർഗവൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. എന്ത് പറഞ്ഞിട്ടും ഭാർഗവന് കുലുക്കമില്ലാന്ന് കണ്ടപ്പോൾ അയാൾ തിരിച്ച് തന്റെ സുഹൃത്തിന്റെ അരിയിലേക്ക് നടന്നു. ശേഖരന്റെ കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ട് ഭാർഗവൻ തന്റെ തല കുനിച്ചു. കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ വലിയ ആശ്വാസമായേനും. ഇതിപ്പോ കുടിവെള്ളം പോലും കുടിക്കാതെ എത്രയാന്ന് വെച്ചാ നടക്കുക? ഭാർഗവ, കൊച്ചു കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കല്ലേ നീ. വെള്ളം കിട്ടാൻ ഇനിയും കുറച്ചങ്ങ് നടക്കണം. കുറച്ച് വടക്ക് മാറി വലിയൊരു കുളമുണ്ട്. വെള്ളം കുടിക്കണമെങ്കിൽ ആ കുളത്തിനരികിൽ ചെല്ലണം. ഉണങ്ങി വരണ്ട തന്റെ ചുണ്ടുകൾ നാവാൽ നനച്ച് ഭാർഗവൻ കാട്ടുവള്ളിയിൽ നിന്ന് മെല്ലെ എണീറ്റ് നടക്കാൻ തുടങ്ങി. വല്ലാത്ത ദാഹവും ക്ഷീണവും അയാളെ ആകെ തളർത്തിയിരുന്നു. പാഞ്ഞു പോകുന്ന തന്റെ സുഹൃത്തിന്റെ പിന്നാലെ വളരെ പതുക്കെ പിറുപിറുത്തുകൊണ്ട് ഭാർഗവൻ നടന്നുകൊണ്ടിരുന്നു. ഇരുട്ട് വീണിട്ടില്ല. എങ്കിൽ പോലും സൂര്യരശ്മികളെ അകത്തേക്ക് കടത്തിവിടാത്ത വിധം മരത്തിന്റെ ചോലകൾ തിങ്ങി നിന്നതിനാൽ ഒരു ഇരുളിമ ആ വഴിയിലാകെ നിറഞ്ഞു നിന്നിരുന്നു. നടപ്പാതയുടെ ഇരുവശത്തും വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറിയ മരച്ചില്ലകളാണ്. പാമ്പുകൾ ചുറ്റിപ്പിടഞ്ഞു കിടന്നാൽ പോലും അറിയാൻ വയ്യാത്ത വിധം കാട്ടുവള്ളികൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഭാർഗവൻ വീണ്ടും കാട്ടുവഴിയിലിരുന്ന് കാലുകൾ തടവി. പിന്നാലെ വന്നുകൊണ്ടിരുന്ന ഭാർഗവന്റെ ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ ശേഖരൻ തിരിഞ്ഞു നോക്കി. ഇവിടം അത്ര സുരക്ഷിതമല്ല. കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമാ. കയ്യിലുള്ളത് അവർ കൈക്കലാക്കും. ശേഖരൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭാർഗവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അല്പം കൂടി മുന്നോട്ട് നടന്നു. അല്പദൂരം അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ വെള്ളം പതഞ്ഞൊഴുകുന്ന ഒരു ശബ്ദം അവർ കേട്ടു. ഭാർഗവൻ തന്റെ ചെവി വട്ടം പിടിച്ചു. അടുത്തെവിടെയോ അരുവിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഭാർഗവന്റെ നടത്തത്തിന് വേഗത വർദ്ധിച്ചു. കാട്ടുചെടികളെയും വള്ളികളെയും വകഞ്ഞു മാറ്റി അയാൾ മുന്നോട്ട് നടന്നപ്പോഴേക്കും എവിടെയോ നിന്ന് ഒരു പാദസരം കിലുങ്ങുന്നത് പോലെയുള്ള ശബ്ദം അയാൾ കേട്ടു. ഭാർഗവൻ മാത്രമല്ല, ആ ശബ്ദം ശേഖരനും കേട്ടു. ഇരുവരും ചുറ്റും നോക്കി. ഇടയ്ക്ക് ശേഖരൻ തന്റെ അരയിൽ തിരികിയ പണക്കിഴി ഒന്ന് തപ്പി നോക്കി. ഇനി നാണയക്കിലുക്കമാണോ താൻ കേട്ടതെന്ന് സംശയിച്ച്
അല്പനേരം അയാൾ അനങ്ങാതെ അങ്ങനെ നിന്നു. അപ്പോഴും ആ പാദസ്വര കിലുക്കം വ്യക്തമായി കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് മുന്നോട്ടങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ പാറകൾ തട്ടിത്തടഞ്ഞ് നുറഞ്ഞു പതഞ്ഞൊഴുകുന്ന ആറ് അവർക്ക് മുന്നിൽ ദൃശ്യമായി. ആറ് കണ്ടതും ഭാർഗവൻ ശീഘ്രം ആറ്റിൻ കടവിലെത്തി ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. ശേഖരനും കൈയും കാലും മുഖവും ആ തണുത്ത വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി. കുളിർക്കാറ്റ് കൊണ്ടപ്പോൾ ആ മനുഷ്യൻ ആറ്റുതമ്പിൽ അല്പനേരം ഇരുന്നു. ശേഖരനും തന്റെ ദാഹമകറ്റി കുറച്ചങ്ങ് മാറി പാറപ്പുറത്തിരുന്നു. ആ സമയം അവ്യക്തമായി കേട്ട പാദസരക്കിലുക്കം വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ തുടങ്ങി. കാട്ടുമരങ്ങൾ പൂത്തുനിന്ന വഴിയരികിലൂടെ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു വരുന്നത് ആറ്റുവക്കത്തിരുന്ന് ഇരുവരും കണ്ടു. അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അവർ ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ രണ്ടാളും കണ്ണും മിഴിച്ച് അവളെ അങ്ങനെ നോക്കിയിരുന്നു പോയി. സ്വർണ്ണക്കരയുള്ള മുണ്ടും ബ്ലൗസും അണിഞ്ഞ ആ സുന്ദരിയുടെ ഉടലിന്റെ അഴക് കണ്ടാൽ ആരും നോക്കി നിന്നു പോകും. അത്രക്ക് വടിവത്തഴകിനുടമയായിരുന്നു അവൾ. വാൾട്ടെഴുതിയ വിടർന്ന കണ്ണുകളുള്ള അവളുടെ സുന്ദരമായ കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോൾ ശേഖരന് അയാൾ മറ്റേതോ ലോകത്തിലെത്തിയതുപോലെ തോന്നി. അന്നനട നടന്നു വന്ന ആ പെണ്ണ് ആറ്റിൻകരയിൽ വന്നു നിന്നു. അവളുടെ ഒരു കൈയിൽ ഓട്ടുമുന്തയിലായി താളിയും മറുകൈയിൽ മറ്റൊരു മുന്തയിലായി എണ്ണയും ഉണ്ടായിരുന്നു. കനകാംബരപ്പൂക്കൾ കൊരുത്തു വെച്ചിരുന്ന അവളുടെ കരിയിരളൻ വാർമുടിക്കെട്ട് പാദം വരെ എത്തി നിന്നു. ആ പെൺകുട്ടി ആറ്റിറമ്പത്തെത്തിയപ്പോൾ ശേഖരനും ഭാർഗവനും അവളുടെ അരികിലേക്ക് ഒരുപോലെ ഓടിച്ചെന്നു. അവൾ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. അവളുടെ ആ ചിരിയിൽ എല്ലാം മറന്ന് അവർ അങ്ങനെ നിന്നു. അങ്ങനെ ഒടുവിൽ ശേഖരൻ അവളോട് ചോദിച്ചു, നീ ആരാണ് പെണ്ണെ? ഈ സന്ധ്യ മയങ്ങുന്ന നേരത്ത് ഈ കാട്ടിലേക്ക് എന്തിനാണ് നീ വന്നത്? എൻ്റെ പേര് നീലി. ഇവിടെ അടുത്ത എൻ്റെ വീട്. ഈ സന്ധ്യാസമയത്ത് ഇന്നിനി യാത്ര വേണോ? കാട്ടുമൃഗങ്ങൾ ഒത്തിരിയുള്ള കാടാ ഇത്. അതുകൊണ്ട് ഇന്ന് രാത്രി രണ്ടാളും എൻ്റെ പുരയിൽ വിശ്രമിച്ചിട്ട് നാളെ വെളുക്കുമ്പോൾ മടക്കയാത്രയാകാം. ഇരുവർക്കും നീലിയുടെ ആ സംസാരം നന്നേ ബോധിച്ചു. എന്നാൽ ഈ ആറ്റിൽ കുളിച്ച് ക്ഷീണമകറ്റിയിട്ടാകാം വീട്ടിലേക്കുള്ള യാത്ര. നീലി ഇരുവർക്കും നേരെ തന്റെ കൈവശമുണ്ടായിരുന്ന താളിയും എണ്ണയും വെച്ച് നീട്ടി. അത് നിരസിക്കാൻ ശേഖരനായില്ല. അയാൾ നീലി സമ്മാനിച്ച എണ്ണയും താളിയും സന്തോഷത്തോടെ വാങ്ങിച്ചു. എണ്ണയൊക്കെ നന്നായി ദേഹത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അയാൾ ആറ്റിലേക്ക് ഇറങ്ങി. ശേഖരൻ കുളിച്ചു വന്നതിന് ശേഷമാകാം തന്റെ കുളിയെന്നോർത്ത് ഭാർഗവൻ ആറ്റിരമ്പത്തിൽ നിന്ന് നീലിയെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. സൂര്യൻ അസ്തമിച്ചുവെങ്കിലും ഇരുട്ടിന് കട്ടിയുണ്ടായിരുന്നില്ല. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചതോടെ എങ്ങും പാൽനിലാവ് പരന്നു. ആ നിലാവിൽ മറ്റൊരു ചന്ദ്രനെ പോലെ തൻ്റെ മുന്നിൽ നിന്ന നീലിയെ നോക്കി ഭാർഗവൻ എല്ലാം മറന്നങ്ങനെ നിന്നുപോയി. ഭാർഗവന്റെ നോട്ടം കണ്ട് നീലി അയാളെ നോക്കി വശ്യമനോഹരമായി ഒന്ന് ചിരിച്ചു. പിന്നീട് തന്റെ നീളൻ കാർക്കൂന്തൽ അഴിച്ചിട്ട് അതിൽ താളി തേക്കാൻ തുടങ്ങി. കരിനാഗങ്ങളെപ്പോലെ അവളുടെ മുടിയിഴകൾ പാറയിടുക്കുകൾ തൊട്ടുകിടന്നു. ആ സമയത്ത് വീശിയ കാറ്റിൽ നീലിയുടെ കാർക്കൂന്തൽ പറന്നു പൊങ്ങി. പറന്നു പൊങ്ങിയ മുടിയിഴകളാൽ അവളുടെ മുഖം മറഞ്ഞു. ആറ്റിറമ്പത്ത് ചുറ്റിയടിച്ച കാറ്റിൽ കാട്ടുചെമ്പകത്തിന്റെ മാതൃഗന്ധം നിറഞ്ഞു. നോക്കി നിൽക്കെ മുഖം മറഞ്ഞു കിടന്ന മുടിയിഴകൾക്കിടയിൽ നീലിയുടെ നക്ഷത്ര കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. ശാന്തമായ അന്തരീക്ഷത്തിന് പൊടുന്നനെ മാറ്റമുണ്ടായി. മരക്കൊമ്പുകൾ മറഞ്ഞിരുന്ന കൂമന്മാർ കൂവി അലച്ച് ശബ്ദമുണ്ടാക്കി.
ആറ്റിറമ്പിലെ ഇല്ലിക്കാടുകൾക്കിടയിൽ പതുങ്ങി നിന്ന ചെന്നായ്ക്കൂട്ടങ്ങൾ ചെവി തുളക്കും വിധം ഉറക്കെ ഊരിയിട്ടു. അതുവരെ ആരെയും മയക്കുന്ന ചിരിയുമായി നിന്ന നീലിയുടെ മുഖത്ത് ക്രോധം ദൃശ്യമായി. ഭാർഗവൻ അവളുടെ ആ ഭാവമാറ്റം കണ്ട് പൂക്കുള പോലെ വിറയ്ക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഓടി മാറാൻ ആഗ്രഹിച്ചിട്ട് കൂടിയും അയാളുടെ കാലുകൾ അനങ്ങിയതേയില്ല. ഈ സമയം ആറ്റിൽ കുളിച്ചുകൊണ്ടിരുന്ന ശേഖരൻ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഊളിയിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. പൊടുന്നനെ കാട് കുലുങ്ങുന്ന അലർച്ചയോടെ നീലി അയാൾക്ക് മേലേക്ക് ഉയർന്നു ചാടി. ഭാർഗവൻ നോക്കി നിൽക്കെ നീലി ശേഖരനെയും കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങി. നിമിഷ നേരം കൊണ്ട് ഉയർന്നു പൊങ്ങിയ നീർക്കുമിളകൾ ചോര പോലെ ചുവന്നത് അയാൾ നിലാവെട്ടത്തിൽ കണ്ടു. ആറ്റിലെ വെള്ളം ചുടുചോരയായതുപോലെ ഭാർഗവന് തോന്നി. കാട്ടുചെമ്പകത്തിന്റെ സുഗന്ധം ചുറ്റിയടിച്ച കാറ്റിൽ ചോരയുടെ ഗന്ധം നിറഞ്ഞു. ഭയന്ന് കരയാൻ ശ്രമിച്ച ഭാർഗവന്റെ ശബ്ദം പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ ഉടക്കി നിന്നു. തൊട്ടടുത്ത നിമിഷം ഒരലർച്ചയോടെ നീലി വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്നു. നിലാവിൽ അവളുടെ നീണ്ട കൂർത്ത ഉളിപ്പല്ലുകൾ തിളങ്ങി. ശേഖരനെ കൊന്ന് അയാളുടെ കുടലുമാല കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് നീലി ആറ്റുവെള്ളത്തിന് മേലേക്ക് ഉയർന്നു വന്നത്. കൂവിയാർത്തുകൊണ്ട് തന്റെ അരികിലേക്ക് പാഞ്ഞെടുത്ത ആ ബീവത്സ രൂപം കണ്ട് ഭാർഗവൻ ജീവനും കൊണ്ടോടി. കണ്ണിൽ കണ്ട വഴിയിലൂടെ ആ മനുഷ്യൻ പാഞ്ഞു. പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയിൽ അയാൾ പല തവണ വീണു. വീണെടുത്തു നിന്ന് അയാൾ പിടഞ്ഞെണീറ്റ് വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. ആ ഓട്ടത്തിനിടയിൽ അയാൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ കയ്യിൽ ജപിച്ചു കെട്ടിയ ഏലസിന്റെ ബലത്താലാണ് തന്റെ പിന്നാലെ കൂടിയ പിശാചിനിയിൽ നിന്ന് തനിക്ക് രക്ഷപ്പെട്ടോടാനായത്. ആ ഏലസിൽ പിടിച്ചുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. കാട്ടുവഴിയിലൂടെ ഓടി ഓടി ആ മനുഷ്യൻ ഇതിനകം കുറേ ദൂരം ചെന്നിരുന്നു. ഇരുട്ടു നിറഞ്ഞു നിന്നിരുന്ന മരക്കൂട്ടങ്ങൾക്കപ്പുറത്ത് നിന്ന് അപ്പോഴും നീലിയുടെ അലർച്ചയും അട്ടഹാസവും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. കുട്ടിയൂർ കാട് കടന്ന് ഇതിനകം ഭാർഗവൻ ചെറിയൊരു ഗ്രാമത്തിലെത്തിയിരുന്നു. ദേഹത്താകെ മുറിവുകളും ചോരയും ഒലിപ്പിച്ച് ചട്ടിയും മുടന്തിയും കരഞ്ഞുകൊണ്ട് ഓടി വന്ന അയാൾക്കു ചുറ്റും നാട്ടുകാരോടിക്കൂടി. അസഹനീയമായ ഭയത്താലും ആദിയാലും ഭാർഗവന്റെ ബോധം അപ്പോഴേക്കും മറഞ്ഞു. നാട്ടുകാരുടെ പരിചരണത്തിന്റെ ഫലമായി നേരം വെളുക്കാറായപ്പോഴേക്കും ഭാർഗവന് ബോധം വന്നു. എങ്കിലും അയാളുടെ കണ്ണുകളിലെ ഭയം മാറിയിരുന്നില്ല. പനിച്ചൂടിൽ വിയർത്തൊലിച്ച് ഭാർഗവൻ അവിടെ ഉണ്ടായിരുന്നവരോട് തനിക്കുണ്ടായ അനുഭവങ്ങളും തന്റെ ഉറ്റ സുഹൃത്തിന്റെ ദാരുണ അന്ത്യവും വിവരിച്ചു. എല്ലാം കേട്ടതിനു ശേഷം ഭാർഗവനെ പരിചരിച്ച ഒരു വൃദ്ധൻ പേടിയോടെ പറഞ്ഞു, അവൾ നീലിയാണ്, കുട്ടിയൂർ നീലി. ഈ ഏലസ് ഒന്നുകൊണ്ട് മാത്രമായിരിക്കില്ല, താൻ മുൻജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യപ്രവൃത്തിയുടെ ഫലം കൊണ്ടാ തനിക്ക് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായത്. നീലി എന്ന പേര് കേട്ടപ്പോഴേ ആ നാട്ടുകാരുടെ കണ്ണിലും ഭീതി നിറഞ്ഞു. കച്ചവട ആവശ്യത്തിനായി കൊട്ടിയൂർ കാട് വഴി കടന്നുപോയ പലരും ഇതിനു മുമ്പും നീലിയുടെ ഇരകളായിട്ടുണ്ട്. നീലിയെ പേടിച്ച് ആ നാട്ടിലെ പലരും നാടുപേക്ഷിച്ച് മറ്റെവിടേക്കോ പോയി ജീവിക്കുകയാണ്. ബാക്കിയുള്ളവർ പേടിച്ചാണ് ആ ഗ്രാമത്തിൽ കഴിഞ്ഞു പോകുന്നത്. നീലി ആരാണെന്ന ഭാർഗവന്റെ ചോദ്യത്തിന് ആ വൃദ്ധൻ അവളുടെ കഥ പറഞ്ഞു. പണ്ട്, വളരെ പണ്ട്, ഈ കൊട്ടിയൂരിൽ ജനിച്ചു വളർന്ന ഒരു അടിയാത്തി പെൺകിടാവായിരുന്നു നീലി. എല്ലാവർക്കും നീലിയെ ഏറെ ഇഷ്ടമായിരുന്നു. തിരിച്ചവൾക്കും എല്ലാവരോടും വലിയ പ്രിയമായിരുന്നു. ചെടികളോടും പൂക്കളോടും എന്നുവേണ്ട എല്ലാവിധ ജീവജാലങ്ങളോടും അവൾ മനുഷ്യനോട് എന്ന പോലെ സംസാരിക്കുമായിരുന്നു. ഏറെ നേരവും അവൾ സമയം ചെലവഴിച്ചിരുന്നത് അവളുടെ ഇഷ്ട പരദേവതയുടെ മുന്നിലായിരുന്നു. ആ കാവിലായിരുന്നു
അവൾ ദിവസത്തിന്റെ 3/4 ഭാഗവും പോയിരിക്കുക. ദേവിയോട് മനസ്സ് തുറന്ന് സംസാരിക്കും. തന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങനെ ഒറ്റയ്ക്ക് അവൾ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിലം മുട്ടിക്കിടക്കുന്ന കാർക്കൂന്തലും കൺമഷി കൊണ്ട് നീട്ടി എഴുതിയ കണ്ണുകളും നീലിപ്പെണ്ണിന്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. കാടിനെയും അവിടുത്തെ പക്ഷിമൃഗാദികളെയും അരുവികളെയും സ്നേഹിച്ചും ലാളിച്ചും നീലി വളർന്നു. അങ്ങനെയിരിക്കെ വിദ്യാഭ്യാസത്തിനായി പോകുന്ന നമ്പൂതിരിക്കുട്ടികളെ കാണാൻ തുടങ്ങിയതോടെ നീലിക്കും അവരെ പോലെ പഠിക്കണമെന്നും അറിവ് നേടണമെന്നും വലിയ ആഗ്രഹമുണ്ടായി. പക്ഷേ അന്നത്തെ കാലത്ത് കീഴ്ജാതിക്കാർക്ക് അക്ഷരജ്ഞാനമൊന്നും പറഞ്ഞിട്ടില്ലാത്ത കാലം. അവർക്കതിനൊന്നും അർഹതയില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ വിദ്യ അഭ്യസിക്കാനൊക്കെ അർഹതയുണ്ടായിരുന്നുള്ളൂ. തന്റെ ഈ ആഗ്രഹം മനസ്സിൽ അടക്കാനാവാതെ നീലി അവളുടെ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു. കാവിന് മുന്നിലുള്ള വഴിയിലൂടെ എത്ര കുട്ടികളാ എഴുത്തച്ഛൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. എനിക്കും അവരെ പോലെ പഠിക്കണം, അറിവ് നേടണം. നീലിയുടെ ഈ ആഗ്രഹം കേട്ട് പാവം അവളുടെ അച്ഛനും അമ്മയും ആകെ ഭയന്നു പോയി. എന്റെ കുഞ്ഞേ, നീ എന്താ ഈ പറയുന്നത്? എഴുത്തും വായനയൊന്നും നമ്മളെപ്പോലെയുള്ള അടിയാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതെല്ലാം ജന്മിമാർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്റെ മകള് അതങ്ങ് മറന്നേക്കും. പക്ഷേ നീലിക്ക് തന്റെ ആഗ്രഹം അങ്ങനെ അങ്ങ് മറന്നു കളയാൻ കഴിയില്ലായിരുന്നു. അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മകളുടെ ആഗ്രഹം കണ്ടില്ല എന്ന് നടിക്കാൻ ആ മാതാപിതാക്കൾക്കും ആയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ എഴുത്തച്ഛൻ ആ വഴി പോകാനിടയായി. നല്ലൊരവസരം ഒത്തുവന്നതോടെ നീലിയുടെ അച്ഛൻ വഴിയിൽ കാത്തുനിന്ന് എഴുത്തച്ഛനോട് ഏറെ ഭയത്തോടെ തന്റെ മകളുടെ ആഗ്രഹത്തെപ്പറ്റി പറഞ്ഞു. നീലി ഞങ്ങളുടെ പ്രാണനാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിദ്യാഭ്യാസം നേടുക എന്നത്. അങ്ങ് ഞങ്ങളോട് ദയവ് കാണിക്കണം. നീലിയുടെ അച്ഛനെ അമ്പരിപ്പിച്ചുകൊണ്ട് യാതൊരു അനിഷ്ടവും കൂടാതെ എഴുത്തച്ഛൻ അവളുടെ അച്ഛനോട് പറഞ്ഞു, ഞാൻ നീലിയെ പഠിപ്പിക്കാം. പക്ഷേ നമ്മൾ 3 പേരല്ലാതെ ഇക്കാര്യം മറ്റാരും അറിയരുത്. നാട്ടുപ്രമാണിമാർ അറിഞ്ഞെന്നാൽ ഉണ്ടാവുന്ന പുകില് ഞാൻ പറയാതെ തന്നെ തനിക്കും അറിയാമല്ലോ അല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ട സന്തോഷ വാർത്ത ആ മനുഷ്യനെ അമ്പരപ്പിച്ചു. അദ്ദേഹം എഴുത്തച്ഛന് വാക്കുകൊടുത്തു. അങ്ങ് എന്റെ നീലിപ്പെണ്ണിനെ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മൾ 3 പേരല്ലാതെ 4മതൊരാൾ അറിയത്തില്ല. അത് ഞാൻ വാക്ക് തരുന്നു. അന്നു മുതൽ എഴുത്തച്ഛൻ നീലിക്ക് വിദ്യ പകർന്നു നൽകാൻ തുടങ്ങി. എഴുത്തച്ഛനെയും അതിശയിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ നീലി വിദ്യകൾ ഓരോന്നായി പഠിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ മറ്റു ശിഷ്യന്മാരെക്കാളും നീലി പഠിത്തത്തിൽ നല്ല മിടുക്ക് കാട്ടി. നീലിയെ എഴുത്തച്ഛൻ ഒറ്റക്കായിരുന്നു പഠിപ്പിച്ചിരുന്നത്. മറ്റാരെക്കാളും വേഗത്തിൽ നീലി വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിച്ചെടുത്തു. അതോടെ എഴുത്തച്ഛന് എന്തെന്നില്ലാത്ത അത്ഭുതവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭയവും കടന്നുകൂടി. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് എഴുത്തച്ഛന്റെ മനസ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. നീലി തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ തന്റെ ഇഷ്ടദേവതയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാനായി നീലി കാവിലേക്ക് പോകുകയായിരുന്നു. വഴി തീരെ ഇടുങ്ങിയതായിരുന്നു. കണ്ണിൽ കണ്ട പൂക്കളോടും കിളികളോടുമൊക്കെ സംസാരിച്ചുകൊണ്ടാണ് നീലിയുടെ നടപ്പ്. ആ സമയത്താണ് എതിരെ നിന്ന് കോവിലകത്തെ തമ്പ്രാക്കന്മാർ നടന്നു വരുന്നത് നീലി കണ്ടത്. പണ്ടത്തെ കാലമല്ലേ, അടിയാത്തിപ്പെണ്ണായ നീലി ജന്മിമാരായ തമ്പുരാക്കന്മാരുടെ മുന്നിൽ ചെന്നപ്പെട്ടാൽ കുറ്റം അവളുടേതാകും. തൊട്ടുകൂടായികയും തീണ്ടലുമൊക്കെയുള്ള കാലമാണ്. അവരുടെ കണ്ണിൽപ്പെടാതെ വഴിമാറി പോകേണ്ടതാണ്. പക്ഷേ എന്തു ചെയ്യാം? വഴിക്കിരുവശവും മുൾക്കാടാണ്.
ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് മുമ്പ് തന്നെ തമ്പുരാക്കന്മാർ അവളുടെ തൊട്ടരികിലെത്തി. നാട്ടുപ്രമാണിമാരായ തമ്പുരാക്കന്മാരെ കണ്ട് വഴിമാറാത്ത അടിയാത്തിപ്പെണ്ണായ നീലിയെ കണ്ട് അക്കൂട്ടർക്ക് ആദ്യം അതിശയം തോന്നി. പിന്നെ വല്ലാത്ത ദേഷ്യവും. അവർ നീലിയെ അടിമുടി ഒന്ന് നോക്കി. അവളുടെ അഴക് അവരെ വല്ലാതെ മോഹിപ്പിച്ചു. പ്രമാണിമാർ തമ്മിൽ നോക്കിയതിനു ശേഷം അവർ അവളെ ശകാരിച്ചു. ഞങ്ങളെ കണ്ടിട്ട് നീ എന്താ വഴിയിൽ നിന്ന് മാറാതെ നിന്നത് പെണ്ണെ? ഒരടിയാത്തിപ്പെണ്ണിന് ഇത്ര അഹങ്കാരം പാടുണ്ടോ? ആദ്യം നീലി നന്നേ ഭയന്നു. പിന്നീട് എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പറഞ്ഞു, ഈ വഴി എല്ലാവർക്കും നടക്കാനുള്ളതാണ്. നിങ്ങളെ കണ്ടുവെന്ന് വെച്ച് ഞാൻ എന്തിനു വഴിമാറിപ്പോകണം? നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കോളാം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളൂ. യാതൊരു കൂസലുമില്ലാത്ത നീലിയുടെ സംസാരം കേട്ട് തമ്പുരാക്കന്മാർക്ക് അടക്കാനാവാത്ത കോപമുണ്ടായി. അടിയാത്തിപ്പെണ്ണിന് ഇത്ര ധൈര്യമോ? പ്രമാണിമാരിൽ ഒരുവൻ നീലിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു. നീലി തന്റെ പ്രാണനും കൊണ്ടോടി. ഓടി ഓടി അവൾ ഒരു കുളത്തിന്റെ കരയിൽ ചെന്നിരുന്ന് ഒരുപാട് കരഞ്ഞു. തമ്പുരാക്കന്മാരോട് കയർത്ത് സംസാരിച്ച നീലിയെ വെറുതെ വിടാനൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. നീലിയെ ഒറ്റയ്ക്ക് കിട്ടാനായി അവർ തക്കം പാർത്തിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്നത് പോലെ ഒരവസരം ഒത്തുവന്നു. നീലി വഴിയിൽ എവിടെയോ പൂവിനോടും ചെടിയോടും വർത്തമാനം പറഞ്ഞു നിന്ന നേരത്ത് കോവിലകത്തെ തമ്പുരാക്കന്മാർ അവളെ വളഞ്ഞു. അവരുടെ പിടിയിൽ നിന്ന് നീലിക്ക് രക്ഷപ്പെടാനായില്ല. മാംസം കണ്ട ചെന്നായ്ക്കളെ പോലെ ആ ദുഷ്ടന്മാർ ആ പാവം പെണ്ണിന് മേലേക്ക് ചാടി വീണു. അവരെല്ലാവരുടെയും ആവശ്യം സാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന്മാർ നീലിയെ കൊന്ന് കാട്ടിലെറിഞ്ഞു. പിറ്റേന്ന് ആ നാടുണർന്നത് നീലിയുടെ മരണവാർത്ത കേട്ടാണ്. നീലി മരിച്ചെന്ന് കേട്ടപ്പോഴേ എഴുത്തച്ഛന് ഹൃദയാഘാതമുണ്ടായി. സങ്കടം താങ്ങാനാവാതെ അദ്ദേഹം മരിച്ചു വീണു. അവളുടെ മാതാപിതാക്കൾ പരദേവതയുടെ മുന്നിൽ പദം പറഞ്ഞ് കരഞ്ഞ് തല തല്ലിച്ചത്തു. ആ നാട് മുഴുവനും നീലിയുടെ മരണത്തിൽ ദുഃഖിതരായി. പ്രകൃതി പോലും സങ്കടം സഹിക്കാനാവാതെ നീലിയുടെ മരണത്തിൽ കരഞ്ഞു നിന്നു. ദിവസങ്ങളോളം മഴ തോരാതെ പെയ്തു. കാട്ടാറുകൾ നിറഞ്ഞു കവിഞ്ഞു. പ്രളയക്കെടുതിയുണ്ടായി. പതുക്കെ പതുക്കെ ആ നാട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടായി. പ്രളയം മാറിയതോടെ കടുത്ത വേനലുണ്ടായി. ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ നാട്ടുകാർ ദാഹിച്ചു വലഞ്ഞു. മാറാരോഗങ്ങൾ പിടിപെട്ട് ഗ്രാമവാസികൾ മരിച്ചു വീഴാൻ തുടങ്ങി. മാറാ ദുരിതങ്ങളും മരണവാർത്തകളും കണ്ടും കേട്ടും കോവിലകത്തെ തമ്പുരാക്കന്മാർക്ക് ആദിയായി. എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായതോടെ അവർ കാളകാട്ടില്ലത്തെ കാളകാട്ട് നമ്പൂതിരിയെ ചെന്ന് കണ്ട് പ്രശ്നം വെച്ച് നോക്കിപ്പിച്ചു. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നീലി പുനർജനിച്ചിരിക്കുന്നു. അവൾ ഉഗ്രരൂപം പൂണ്ടിരിക്കുന്നു. അവളുടെ ക്രോധത്തെ തടുക്കാൻ യാതൊരു മാർഗവുമില്ല. ഈ നാട് വിട്ടു പോകുകയല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗമില്ല. ദിവസങ്ങൾ ചെല്ലുന്തോറും നീലിയുടെ ശക്തി ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവളെ തടുക്കാൻ ഒരു മാന്ത്രികനും തന്ത്രിക്കും കഴിഞ്ഞില്ല. കാട്ടുവഴിയിലൂടെ പോകുന്നവരെയും അവിടെയുള്ള കുളത്തിലോ ആറ്റിലോ കുളിക്കാൻ വരുന്നവരെയും തന്റെ സൗന്ദര്യം കാട്ടി മയക്കി എണ്ണയും താളിയും കാണിച്ച് പ്രലോഭിപ്പിച്ച് അവരെ ആറ്റിലും കുളത്തിലും അവൾ കൊന്നു താഴ്ത്തി. നീലിയുടെ കൈയാൽ കുറെ അധികം പേർ കൊല്ലപ്പെട്ടപ്പോൾ പേടിച്ചിരണ്ട നാട്ടുകാർ പലരും ഈ നാട് വിട്ടുപോയി. അങ്ങനെ നീലി കാട് കടന്ന് കോവിലകത്തെത്തി. അവൾ തന്നെ നശിപ്പിച്ച് കൊന്നു തള്ളിയ തമ്പുരാക്കന്മാരെ ഓരോരുത്തരെയായി കൊല്ലാൻ തുടങ്ങി. താൻ
ഞങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടിനി കാര്യമില്ല. വാ, നമുക്കെല്ലാവർക്കും കൂടി കോവിലകത്ത് ചെന്ന് സങ്കടം പറയാം. വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നാട്ടുകാരോടൊപ്പം ഭാർഗവനും കോവിലകത്തെത്തി തനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. ഭാർഗവൻ പറഞ്ഞത് കേട്ട് കോവിലകത്തുള്ളവർ പേടിച്ചു വിറച്ചു. ഇനി അധികം വൈകാതെ തന്നെ തങ്ങളെയും മരണം തേടി വരും. നീലിയുടെ ഉളിപ്പല്ലുകൾ തങ്ങളുടെ കഴുത്തിലെ ഞരമ്പിൽ ആഴ്ന്ന് കയറുന്നതായി അവർ സ്വപ്നം കണ്ടു. ആ ദുസ്വപ്നത്തിൽ പോലും അവർക്ക് മരണവേദന അനുഭവപ്പെട്ടതുപോലെ തോന്നി. ഉണർന്നിരിക്കുമ്പോൾ പോലും നീലിയുടെ കൂർത്ത കൈനഖങ്ങൾ തങ്ങളുടെ ഉദരം പിളർന്ന് കുടലുമാല പുറത്തിടുന്നതായും ചിലർ പകൽ സ്വപ്നം കണ്ടു. കോവിലകത്ത് ശേഷിച്ച തമ്പുരാക്കന്മാരെല്ലാം പ്രാണരക്ഷാർത്ഥം കാളകാട്ടില്ലത്ത് ചെന്ന് അഭയം തേടി. തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവർ നമ്പൂതിരിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. അവസാനം കാളകാട്ട് നമ്പൂതിരി ആ ഗ്രാമത്തിലേക്ക് യാത്രയായി. നടന്ന് ക്ഷീണിച്ച നമ്പൂതിരി അല്പമൊന്ന് വിശ്രമിക്കാനായി ഒരു കുളക്കടവിൽ ചെന്നിരുന്നു. തണുത്ത കാറ്റിൽ തണൽ വിരിച്ചു നിന്ന വാഗമരത്തിന്റെ ഇലകളുടെ മർമ്മര ശബ്ദം കേട്ട് നമ്പൂതിരി ഒന്ന് കണ്ണടച്ചു. മരച്ചില്ലകളുടെ ഇടയിലൂടെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അല്പം നിലാവെട്ടം വന്നു വധിച്ചപ്പോൾ നമ്പൂതിരി കണ്ണുകൾ തുറന്നു. നോക്കിയപ്പോൾ തന്റെ എതിർവശത്തായി ആരെയും മോഹിപ്പിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണ് തന്നെ നോക്കിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. എന്തേ, നടന്ന് ക്ഷീണിച്ചോ? അവൾ മധുരസ്വരത്തിൽ കാളകാട്ട് നമ്പൂതിരിയോട് ചോദിച്ചു. നടന്ന് ഞാൻ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു. ശാന്തമായി നമ്പൂതിരി അവളോട് മറുപടി പറഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീലി അദ്ദേഹത്തിന് നേർക്ക് താളിയും വെണ്ണയും നീട്ടി. നീലിയുടെ വാലിട്ടെഴുതിയ നീലക്കണ്ണുകളിൽ നോക്കി നിന്നാൽ ആരും അവളുടെ വശീകരണത്തിൽ പെട്ടുപോകും. പക്ഷേ ഇവിടെ നമ്പൂതിരി മനസ്സിന്റെ ഏകാഗ്രത കൈവിടാതെ ഏറെ സൗമ്യതയോടെ അവളോട് പറഞ്ഞു. ഇത് എന്റെ അമ്മ തരുന്ന അമൃതാണ്. ഞാനിത് പാനം ചെയ്യുന്നു. നീലിയുടെ സകലമാന മുൻവിധികളെയും തെറ്റിച്ചുകൊണ്ട് നമ്പൂതിരി അവളെ അമ്മേ എന്ന് വിളിച്ചപ്പോൾ എല്ലാം മറന്ന് നീലി അങ്ങനെ നിന്നുപോയി. നീലിയുടെ മനസ്സലിഞ്ഞു. പിന്നീട് തന്നെ അമ്മേ എന്ന് വിളിച്ച നമ്പൂതിരിയുടെ സ്ഥാനത്ത് തന്റെ പിതാവിനെയാണ് അവൾ കണ്ടത്. അവളുടെ മനസ്സ് പിടഞ്ഞു. തന്നെ ഏറെ സ്നേഹിച്ച ജനങ്ങളോട് താൻ ദ്രോഹം ചെയ്തു എന്ന ബോധം നീലിയിലുണ്ടായി. പിന്നീട് ഏറെ സങ്കടത്തോടെ നീലി തന്റെ കഥ നമ്പൂതിരിയോട് പറഞ്ഞു. നീലിയുടെ കഥ കേട്ട് മനസ്സ് നൊന്ന നമ്പൂതിരി അവളോട് തന്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നീലി പറഞ്ഞ കാര്യം കേട്ട് കാളകാട്ട് നമ്പൂതിരി ഒന്ന് ഞെട്ടി. നീലി അദ്ദേഹത്തോടെ എന്താണെന്നോ പറഞ്ഞത്? അസുരഗണത്തിൽപ്പെട്ട പുലിയും ദേവഗണത്തിൽപ്പെട്ട പശുവും ചേർന്ന് എവിടെ വാഴുന്നുവോ അവിടെ എന്നെ താങ്കൾ കുടിയിരുത്തുക. പിന്നീട് നീലിയും കാളകാട്ട് നമ്പൂതിരിയും വടക്കോട്ട് യാത്രയായി. കുറേ ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ മാങ്ങാട് എന്ന ദേശത്ത് നീലി പറഞ്ഞതുപോലെ പുലിയും പശുവും ഒന്നിച്ചങ്ങനെ നിൽക്കുന്നത് നമ്പൂതിരി കാണാനിടയായി. അവിടെ ആ കൊടുങ്കാട്ടിൽ കാളകാട്ട് നമ്പൂതിരി നീലിയെ കുടിയിരുത്തി. ആ നാട്ടിലെ ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു പോരുന്നു. കണ്ണൂരിൽ ധർമ്മശാലയിലെ മാങ്ങാട് എന്ന സ്ഥലത്ത് മാസത്തിലെ ഒരു നാൾ നീലിയെ ദൈവക്കോലം കെട്ടിച്ച് ആടിച്ച് ആരാധിച്ച് കാട്ടിൽ നിന്ന് തെയ്യക്കോലമായി തന്റെ മക്കളെ കാണാനായി നീലി ഇന്നും വരാറുണ്ട്. ഞാൻ എഴുതുന്ന കഥകളോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കഥകളും ഇനി മുതൽ പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സുന്ദരിയായ നീലി എങ്ങനെയാണ് ചോര കുടിക്കുന്ന യക്ഷിയായെന്നും പിന്നീട് നീലിയായി
വയലാർ ഭഗവതിയായെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കള്ളിയാങ്കാട്ട് നീലി, കടങ്ങോട്ട് മാക്കം, വയനാടിനെ വിറപ്പിച്ച രക്തദാഹിയായ ഒറ്റമുലച്ചി, കരിന്തണ്ടൻ, കരിഞ്ചാമുണ്ടി, ഈ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനിയും മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.